ഫ്രണ്ട്സ് അസ്ലാമിലേക്ക് ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റിയ നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ 250 ml കപ്പിന് 1.5 കപ്പ് ഇതുപോലത്തെ വെളുത്ത പയറാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കൂർ നമ്മളൊന്ന് സോക്ക് ചെയ്യും. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഞാനിത് ഒരു 2 മീഡിയം സൈസ് സവാളയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ. ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ വറ്റൽമുളക്, എരിവ് കൂടി പോണ്ട, അതൊന്ന് കുത്തിച്ചതച്ച് ഇട്ടതിന് ശേഷം അതൊന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു 1/2 കപ്പിൻ്റെ അടുത്ത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ പച്ച ചുവയ്ക്കൊന്ന് മാറണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വളിച്ച് പോകാനുള്ള കേടായി പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ആ പയർ ഇതുപോലെ കേട്ടോ, ഇതിങ്ങനെ നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളയരുത്. ആ വെള്ളത്തെ പടി നമുക്ക് ഇതിൽ ഒഴിക്കാം. കാരണം പ്രോട്ടീൻ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ അത് ഊറ്റിക്കളയരുത്. ഈ പാത്രം തെന്നി പോകട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാൻഡിലൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടി മുതൽ ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ഇത് വെറുതെറാന്നിരിക്കുമല്ലേ, അപ്പോൾ നമുക്കതൊന്ന് ഒരു പിടുത്തം കിട്ടാനായിട്ടിട്ട്, കാരണം ചെറിയൊരു കുഴമ്പ് പോലെ ആകാനായിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലിതുപോലെ ഇങ്ങനെ കാണിച്ച പോലെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ചിടണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ പറ്റിയപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സെമി ഗ്രേവി പോലെ ഇരിക്കും. നമ്മൾ പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ലതാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്. വീട്ടമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാം. ഞാനൊക്കെ കഴിക്കുന്ന ഒരു മുട്ടയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമ.